ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு எம்மி தமிழ் ரெசிபீஸ். சேம்போட இலையை எப்படி கட் பண்ணலான்னு பார்க்க போகிறோம். இப்போ சேச்சி வந்து இந்த இலையை கட் பண்ண போகிறாங்க. நான் பக்கத்தில் போகல. சிறிய இலை மதி சேச்சி பாருங்க, சேச்சி பக்கத்தில் நிற்கும் போது அந்த இலை எவ்வளோ பெருசாக இருக்குன்னு. இங்கே பாருங்க, அவங்க கட் பண்ணுறாங்க சேச்சி. சேச்சி ஒன்று மதி, இப்போ ஒன்று மதி. மிளகா எவ்வளோ? அது என்னது? எங்க காமிங்க, இருங்க இருங்க. பச்சை மிளகா. அது வந்து காந்தாரி மிளகாய்ங்க, கொலஸ்ட்ராலை குறைக்கும். மிளகா செடியில் பாருங்கங்க, மிளகா இருக்கான். அதையும் சேச்சி பறிக்கிறாங்க. ചേമ്പിന്റെ ഇലയും ഈ തണ്ടും പൊരികലായി കറി അങ്ങനെ വെച്ചാലും മതി, കറി വെച്ചാലും നല്ലതാണ്. തണ്ടും എല്ലാം നല്ലതാണ്. പരിപ്പിട്ട് തണ്ട് കറിയാക്കി വെച്ചാ നല്ലതാ, നല്ല ടേസ്റ്റ് ആവും. കുറച്ച് നാളികേരം അരച്ചാല് നല്ലതാണ്, ഇനി അരച്ചില്ലെങ്കിലും നല്ലതാണ് തണ്ട്. ഇത് കഴിച്ചാൽ നമുക്ക് വയറ്റിക്ക് ചെന്നാലും നല്ലത്. എല്ലാ നമ്മള് സാമ്പാറ് പൊരിയലൊക്കെ അല്ലേ, നല്ലതാ. അല്ല, ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഷുഗർ ഉള്ളവർക്ക് കടിച്ച് ചോറ് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ, ഫുഡ് കഴിക്കുമ്പോ ഇത് ഓരോന്ന് കടിച്ചാല് ഷുഗർക്ക് നല്ലതാ. പച്ച. ഇനി ഉള്ളി മുളകും കൂട്ടിയിട്ട് സമ്മന്തി ആക്കിയിട്ട് അങ്ങനെ അരച്ചാലും കഴിച്ചാൽ നല്ലതാണ്. ഇങ്ങോട്ട് വെളിച്ചെണ്ണ, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളുത്ത വെങ്കായവും ചുവന്ന വെങ്കായം രണ്ടും ഇടാം സമ്മന്തിയൊക്കെ. എന്നാ സാറിന് നല്ലതാണ്, ഷുഗർക്ക് നല്ലതാണ്. നന്ദി ചേച്ചി.